കാവിക്കൊടിയെ ദേശീയ പതാകയാക്കണമെന്ന വിവാദ പരാമർശത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബി.ജെ.പി. നേതാവ് എൻ ശിവരാജന് പോലീസിന്റെ നോട്ടീസ്. ഇന്നലെയാണ് നോട്ടീസ് നൽകിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? എപ്പോഴാണ് ഹാജരാകുക? എൻ ശിവരാജനോട് ഇന്ന് ഹാജരാകാനാണ് പോലീസ്, പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നോട്ടീസാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കൈമാറിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി എൻ ശിവരാജൻ ബി.ജെ.പി. നേതാവ് ഹാജരാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുക എന്ന നടപടിക്രമം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളൂ എന്നാണ് ടൗൺ സൗത്ത് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ബി.ജെ.പി. തന്നെ ശിവരാജനോടൊപ്പമില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. കാവിക്കൊടി ആക്കണം ദേശീയ പതാക എന്നാണ് തന്റെ അഭിപ്രായം എന്നാണ് ശിവരാജൻ ഒരു പരാമർശം നടത്തിയത്. ബി.ജെ.പിയുടെ മുൻ ദേശീയ കൗൺസിൽ അംഗവും നിലവിൽ നഗരസഭയിലെ കൗൺസിലറും കൂടിയാണ് എൻ ശിവരാജൻ. എന്തായാലും ബി.ജെ.പി. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വിളിപ്പിച്ച് താക്കീത് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അവരുടെ നടപടിക്രമങ്ങൾ കൂടി തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി എൻ ശിവരാജൻ ഹാജരാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്, അല്ലെങ്കിൽ പോലീസ് സ്വീകരിച്ച നിലപാട്, അതിൽ ഭരണഘടനാ വിരുദ്ധമായ പരാമർശമുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കേസ് അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അല്പസമയത്തിനകം തന്നെ എൻ ശിവരാജൻ ഹാജരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭരണഘടനാ വിരുദ്ധമായ പരാമർശം എന്നുള്ള ആ ഒരു വാദത്തോട് ആ രീതിയിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അത് കേസാക്കുന്നതും അപ്രകാരം തന്നെയാണ്. പക്ഷേ ബി.ജെ.പി. നേതൃത്വം ഈ ഒരു കാര്യത്തിനോട് യോജിക്കുന്നുണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. കാരണം കാര്യം ഇങ്ങനെ വിവാദ പരാമർശം നടത്തി, അത് വലിയ വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു താക്കീത് നൽകുന്നു എൻ ശിവരാജനെ വിളിച്ച്. എങ്കിൽ പോലും ഈ ഭാരതാംബ വിവാദം അതങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഗവർണറും സർക്കാരും തമ്മിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കലഹങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഗവർണർ അദ്ദേഹത്തിന്റെ ആ ഒരു പരാമർശത്തിൽ അല്ലെങ്കിൽ നിലപാടിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി.ജെ.പി. നേതൃത്വം ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത്? ഇതിലൊരു ഭരണഘടനാ വിരുദ്ധതയുണ്ട്, അതിനാൽ കേസെടുക്കുന്നു എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഈ നടപടിയെ എങ്ങനെയാണ് മറ്റ് ബി.ജെ.പി. നേതാക്കൾ കാണുന്നത്? നമുക്കറിയാം, RSSന്റെ ഒരു ചിഹ്നം എന്ന തരത്തിൽ കാവിക്കൊടിയെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ആ കാവിക്കൊടിയാണ് ഭാരതത്തിന്റെ ദേശീയ പതാകയാക്കണം, കാവി നിറമാക്കണമെന്നാണ് എൻ ശിവരാജൻ പറഞ്ഞു വെച്ചത്. അത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. കാവിക്കൊടിയാക്കണമെന്നാണ് തന്റെ അഭിപ്രായം, അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോഴല്ല, അത് തന്നെയാണ് ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്നാണ് തന്റെ അഭിപ്രായം എന്നാണ് എൻ ശിവരാജൻ പറഞ്ഞത്. സ്വാഭാവികമായി എന്തായാലും എൻ ശിവരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാട് അതാണ്. പക്ഷേ ബി.ജെ.പി. നേതൃത്വം ആ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ താക്കീത് ചെയ്യുന്ന ഒരു നിലപാട്. എന്തായാലും ഈ വിഷയത്തിൽ അല്പസമയത്തിനകം തന്നെ എൻ ശിവരാജൻ ഹാജരാകും. അതിനുശേഷം ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിട്ടയക്കും. ജാമ്യത്തിൽ വിടാതിരിക്കാനുള്ള വകുപ്പുകളൊന്നും തന്നെ നിലവിൽ അതിൽ ചുമത്തിയിട്ടില്ല. ഭരണഘടനാ വിരുദ്ധമായ ഒരു പരാമർശം, അത് മുതിർന്നൊരു നേതാവിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ബി.ജെ.പി. അത് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു താക്കീത്, തങ്ങളുടെ നിലപാട് അതല്ല എന്ന് പറയാൻ ബി.ജെ.പി. ഈ ഒരു ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ശരി, ദേശീയ പതാക കാവിക്കൊടിയാക്കണം എന്ന പരാമർശത്തിലാണ് ഇപ്പോൾ എൻ ശിവരാജന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.